Hey guys, it's Nance and welcome back. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോവാം. അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് റെഡി ആവട്ടെ, എന്നിട്ട് കാര്യങ്ങൾ പറയാം. ഇന്ന് അപ്പോൾ എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 7th to 10th പഠിച്ചത് ഇവിടെ പാലക്കാടാണ്. ബാക്കി സ്റ്റഡീസൊക്കെ വയനാടായിരുന്നു. ഈ 4 കൊല്ലത്തിൽ എനിക്കൊരു 6 മുതലുകളെ കിട്ടി. 10th കഴിഞ്ഞ് ഞാൻ സ്കൂൾ മാറി വയനാട് പോയെങ്കിലും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു പോറലും ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല. വി ആർ സ്റ്റിൽ വെരി ക്ലോസ് ഫ്രണ്ട്സ്. ഇതിലിപ്പോൾ മീനു മാത്രം ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട്, ബാക്കി എല്ലാവരും ഇവിടെ നാട്ടിലൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ ഇന്ന് വെറും 3 പേര് മാത്രമേ ഫ്രീ ഉള്ളൂ. വീട്ടിലേക്ക് 1 വീക്കിന് വന്നിട്ട് ആരെയും കാണാണ്ടേക്ക് പോകാൻ തോന്നിയില്ല. സോ നമ്മൾ ഇന്നത്തെ തെണ്ടല് പാലക്കാട് ടൗണിൽ ആവാന്ന് വിചാരിച്ചു. ഐ എം ഓൾവേസ് എക്സൈറ്റഡ് ടു മീറ്റ് ദം. സോ ഭയങ്കര ഹാപ്പി ആയിരുന്നു രാവിലെ തന്നെ. ഇന്ന് മീറ്റ് ചെയ്യാൻ പോണത് ഗുണ്ടു, അഞ്ജന ആൻഡ് നിത്യ. ഗുണ്ടു എന്ന് പറയുന്നതിന്റെ പേര് നന്ദന തന്നെയാണ്. ഗുണ്ടു ഗുണ്ടു എന്ന് വിളിച്ച് ശീലായിപ്പോയി. ഇവിടെ നോക്കിയൊരു ഹായ് ഒക്കെ പറയും. ഞങ്ങള് ബസ് കയറി ഇനി പാലക്കാട് ഫോർട്ടിക്കാണ്. ഇതാണ് അഞ്ജന. ലാസ്റ്റ് ഇവരെല്ലാരും കാണിച്ചത് ഞാന് ആ കോയമ്പത്തൂരിൽ പോയ ആ വ്ളോഗിലാണ്, ഇയർ എൻഡ് വ്ളോഗില്. ഇവൾക്ക് എന്തിനാ നാണോ? ക്യാമറ ചെയ്യണേ. പക്ഷെ എല്ലാവരും ഇല്ല, ഇവിടെ എല്ലാവരും ഇല്ല. ഞാനും നിത്യയും ഗുണ്ടും മാത്രം. നിത്യനെ കഴിഞ്ഞ കോയമ്പത്തൂർ വ്ളോഗിൽ അവൾ ഉണ്ടായിട്ടില്ല. സോ അവളായിരിക്കും ന്യൂ ഫേസ്. നിനക്കും എന്റെ അനിയന് എപ്പോഴും ഇതന്നെ. അവൻ്റെ എനിക്കിത് കിട്ടിയേ നല്ലല്ലേ. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി, പാലക്കാട് എത്തി. ഇപ്പോൾ ഗുണ്ടു മീൻസ് നന്ദന. ഞങ്ങൾ നന്ദന സ്ക്വയറാണ്. ഒരു നന്ദനയും കൂടെ ഉണ്ട്. അവളും നിത്യം വരണം. വി ആർ വെയിറ്റിംഗ് ഫോർ ദം. ഇപ്പം എന്താ ഒരു പ്ലാനില്ല. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫുഡ് കഴിക്കണോ? നമ്മൾ ഫിലിമിന് പോകാൻ പ്ലാനുണ്ട്. അത് പക്ഷേ 2:30ക്കാണ് ഷോ. അതിന് മുന്നേ ഇപ്പം എന്താ ചെയ്യേണ്ടത് അറിയില്ല. നല്ല വെയിലും ഉണ്ട്. ഓ എൻ്റെ അമ്മേ, ആ തംസ് കാണുമ്പോണ്ടല്ലോ. ഇതാണ് നിത്യ. കോയമ്പത്തൂർ വ്ളോഗിൽ നിങ്ങൾ ഇതിനെ കണ്ടിട്ടില്ല. അന്ന് അഹങ്കാരമായിരുന്നു വരെ. അല്ലെങ്കിൽ എക്സാമിന് പഠിക്കായിരുന്നു. ഇനി ഗുണ്ടു കൂടെ വരണം. ഗുണ്ടു ഇങ്ങോട്ട് വരും. അവള് KSRTC വരാം. മൊത്തം ബ്ലാക്ക് ഔട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ബ്ലാക്ക് ഔട്ട് ഇറങ്ങിയിരിക്കുക. എന്റെ കോളേജിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. എനിക്ക് മറ്റേതും വെച്ച് ചെയ്യണമായിരുന്നു. മറ്റേല് ഞാനിങ്ങനെ ബ്ലഷ് ഇടാൻ പറയൂലേ, അപ്പൊ നീ നാണിക്കും. ഇപ്പൊ കണ്ടാ എന്തൊക്കെട്ടെ? കോമ്പാക്ട്, ബ്ലഷ്, ലിപ്സ്റ്റിക്. ഓ, 1 വർഷത്തിലുള്ള പുരോഗമനം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. അതിന്റെ മേക്കപ്പ് എന്ന് പറയാൻ ലിപ്സ്റ്റിക്കും ബ്ലഷും മാത്രം. അതെ. സോക്സ് വാങ്ങാണ് ഗൈസ്. സോക്സ് ലുലു. ഞാൻ അവളോട് കാണാമെന്ന് ലുലുന്ന് തന്നെ സോക്സ് വാങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ബസ്സും കയറി പാലക്കാട്ടേക്ക് വന്നതാണ്.
തള്ളയായില്ലേടോ. എൻ്റെ കുട്ടീനെ പോലെ അല്ലേ, ഒരമ്മ പെറ്റ മക്കളെ പോലെ ഇല്ല ഗൈസ്. ഇത് എന്തിനുണ്ടായ കുട്ടിയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മുള്ളമ്പന്നിക്ക് വെള്ളം, മുള്ളമ്പന്നിയുടെ ശരീരം, കൊരങ്ങൻ്റെ വാല്, പോളർ ബിയറിൻ്റെ കാല്, വേറെ എന്തെങ്കിലും തല. ഇത് എന്തിൻ്റെ കൊച്ചാണെന്ന് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഹിന്ദുവിൻ്റെ ആണ്. ഞങ്ങൾ മോളിൽ നിന്ന് ഇറങ്ങി, ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തിയേറ്ററിലേക്ക് പോവാണ്. 2:30 മൂവി. എന്താ റൈഫിൾ ടോക്കാണ്. തംസാകുമ്പോൾ ദേഷ്യം വരും. Came to the Potta Theatre of the Year. സിനിമ എങ്ങനെയുണ്ട്? പൊളിപടം, ചിരിച്ച് മരിച്ചു. പോയത് ഗൈസ്. ഫസ്റ്റ് ഹാഫ് വലിയ തരക്കേടില്ല, പോരാ അല്ലേ? സെക്കൻഡ് ഹാഫ് അല്ലേ എൻഗേജിങ് ആയിരുന്നു. ഉണ്ടോ? എന്താ പ്ലാൻ? ചായ കുടിക്കണം. നിത്യ പറഞ്ഞു ഇതിൽ ആമയുണ്ട്, നമുക്ക് നോക്കാം. ഒരാമയും കാണുന്നില്ല. നിത്യ പറഞ്ഞത് കള്ളം. നിത്യ എന്തിന് കള്ളം പറഞ്ഞു? നിത്യ കാഴ്ച ഭീകരം. ആമ സ്ഥല ശേഷി. നീ എന്താ മുങ്ങി നോക്കുവോ? എന്താ അതാ എന്താ? പക്ഷെ നിങ്ങൾ കണ്ടു പറയണം ആരാണ് ഇതിൽ യഥാർത്ഥ എരുമാന്ന്. എല്ലാരും ഈ വീഡിയോ കാണുക. നമ്മള് പറയണ പോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അഞ്ജന മതിലൊക്കെ ചാടി എങ്ങടാ? എങ്ങട്ടാ? അഞ്ജനന്റെ മൂഡ് പോയി. അഞ്ജനന്റെ മൂഡ് പോയി ഗൈസ്, പോയി. ഇനി നിങ്ങൾക്ക് ഈ സാധനം കാണത്തില്ല. അഞ്ജന പറയൂ എവിടേക്കാ പോയത്? കണ്ടോ? സീരിയസ്. അഞ്ജന ടീച്ചർ സീരിയസ് ആയി ഇരിക്കണൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ തെണ്ടലിന് ഒരു അവസാനമായിരിക്കുകയാണ്. ഗുണ്ടു പഠിക്കുന്നത് കോയമ്പത്തൂരാണ്. അപ്പോൾ അവള് തിരിച്ച് കോയമ്പത്തൂർ തന്നെ പോവാണ്. ആദ്യം അവളോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പാലക്കാട് സ്റ്റാൻഡിൽ പോയി. നിത്യ വേറെ റൂട്ടാണ്, സോ നിത്യ വേറെ ബസ് കയറിപ്പോയി. പിന്നെ ഞാനും അഞ്ജനയും ഒറ്റയ്ക്കായി. ഞങ്ങൾക്കാണെങ്കിൽ ബസ് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബസ് വന്നു. അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു. അവര് തിരിച്ചു വരുന്ന വഴിക്ക് ടൗണിൽ നിന്ന് നമ്മളെയും കൂടെ പിക്ക് ചെയ്തു. അങ്ങനെ തെണ്ടലെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. കുളിക്കണം, ഫുഡ് കഴിക്കണം. നാളെ നൈറ്റ് തിരിച്ച് പോവാണ് ബാംഗ്ലൂർക്ക്. ഒരാഴ്ച പോയ പോക്കേ ഇത്ര പെട്ടെന്നാ പോയേ. ബാംഗ്ലൂരാണെങ്കിൽ ഞാൻ ഓരോ ദിവസം നീക്കാൻ ഇങ്ങനെ കഷ്ടപ്പാടാണ്. ഇപ്പോൾ ഒരാഴ്ച വേഗം പോയി. നാളെ പോണല്ലോ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരുമാതിരി ഉണ്ട്. വീട്ടിലെ വ്ളോഗ് കഴിഞ്ഞു. ആക്ച്വലി 2 ലോങ് വ്ളോഗ് ഇട്ടിട്ടുള്ളൂ. ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോസ് എടുക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക്. ഇറ്റ് വാസ് എ വെരി ഹാപ്പി ഡേ. ഇനി ഇവരെയൊക്കെ കാണുക സംറിൻ്റെ കല്യാണത്തിനായിരിക്കും. സംറിനും കോയമ്പത്തൂർ വ്ളോഗിലുണ്ട്. അപ്പോൾ അവളുടെ കല്യാണം മെയ് ഓർ ഓഗസ്റ്റിലുണ്ടാവും. സോ അപ്പോഴായിരിക്കും ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുന്നത്. എന്നാലും മീനും ഉണ്ടാവില്ല, മീന് ജർമ്മനിയിലാണ്. ദാറ്റ്സ് ഇറ്റ്. I hope you like this vlog.
if you like this vlog, do share this video with your friends and family, and thank you so much for watching. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എന്തായാലും കഴിഞ്ഞ കൊല്ലത്തെ കോയമ്പത്തൂർ വ്ളോഗ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇയർ എൻഡ് വ്ളോഗാണ്. ഇവരുടെ കൂടെ കോയമ്പത്തൂരിൽ നല്ല അടിച്ചു പൊളിച്ചായിരുന്നു. ഇത് കണ്ടോക്ക്. ഓക്കെ, ഡു കമൻറ്റ്, കീപ് വാച്ചിങ്. See you in my next vlog. Bye.